എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെമ്മീൻ തല കറി വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ തല ക്ലീൻ ചെയ്തെടുക്കാം. ഓരോന്ന് ഇങ്ങനെ എടുത്ത് തുമ്പും അതിൻ്റെ കൊമ്പും അതെല്ലാം ഒന്ന് വെട്ടിക്കളയുക. ഇതിച്ചിരി വലിപ്പമുള്ള കൊഞ്ചിൻ്റെ തലയായിരുന്നു. ഇതുപോലെ ഒന്ന് എല്ലാം വെട്ടിയെടുക്കാം. എന്നിട്ട് ഈ സൈഡൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തുള്ള ആ വേസ്റ്റ് ഒന്ന് പിതുക്കുമ്പോഴത്തേക്ക് എല്ലാ വേസ്റ്റും ഇങ്ങ് പോരും. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നും കൂടി കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക. അപ്പോൾ അതിലെന്തെങ്കിലും വേസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഉരച്ച് കഴുകുമ്പോൾ ഇളകിപ്പോരും. ഇപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. കുറച്ച് പച്ചമുളക്, ടൊമാറ്റോ, 2 ചെറിയ ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടിയെല്ലാം നമ്മളെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് ഇതിനുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 3 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുക്കുക. ഇപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മൂപ്പിക്കുക. കരിഞ്ഞു പോകരുത്, ബ്രൗൺ കളറാകേ വേണ്ടൂ. ഇപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പം പാകത്തിനുള്ള വറവായിട്ടുണ്ട്. ഇനി 1 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്കിട്ട് അരച്ചെടുക്കണം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഈ മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ തലയും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കേ വേണ്ടൂ, എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി ആ കൂട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ചെമ്മീൻ തല പാകത്തിനുള്ള ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഒരു ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇപ്പം തന്നെ ഇങ്ങനെ എടുക്കാനും നല്ല ടേസ്റ്റാണ്. ചാറ് കറി ആക്കുന്നത് കൊണ്ട് കൂട്ടൊഴിച്ച് കറിയാക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ തിളച്ച് കുറുകണം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കറി നന്നായിട്ടൊന്ന് കുറുക്കി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.